ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു മാസം നീണ്ട ആഘോഷത്തിന്റെ സമാപനമായിരിക്കുന്നു. ദേശീയപാതയിലെ വിള്ളലുകൾ കൂടുതൽ മേഖലകളിലേക്ക് നീളുമ്പോഴാണ് എല്ലാ മേഖലകളിലേക്കുമുള്ള പുരോഗതി അവകാശപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായി വിജയന്റെ 9ാം വർഷമാണിത്. 4 വർഷത്തെ നേട്ടങ്ങൾ അടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പുറത്തുവിട്ടത്. പ്രകടനപത്രികയിലെ 900 വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. വികസന നേട്ടങ്ങളിൽ ദേശീയപാതയുമുണ്ട്. സംസ്ഥാന വിഹിതം ലഭ്യമാക്കിയതുകൊണ്ട് യാഥാർത്ഥ്യമായ വികസനം. നാടാകെ ഉത്സവാന്തരീക്ഷമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത്. LDF ഇല്ല എങ്കിൽ ദേശീയപാതയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. നാടിന്റെ ഉത്സവത്തിൽ പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ കാണാനില്ല. പ്രോഗ്രസ് റിപ്പോർട്ട് പരിപാടിയേക്കാൾ വലിയ മറ്റേതോ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്നാണ് കേൾവി. എന്താണ് പ്രോഗ്രസ് എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉടനെ നൽകാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് CPM നിന്നുള്ള പ്രതിനിധി. N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, NP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ, A സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഞാൻ ശ്രീ N ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ N ശ്രീകുമാർ, 4 വർഷത്തെ നേട്ടങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി മുഖ്യമന്ത്രി വായിക്കുകയാണ്. ഒരു മാസം നീണ്ട ആഘോഷ പരിപാടികളായിരുന്നു. വിവിധ ജില്ലകളിൽ പോയി 14ാം ജില്ലയായി തലസ്ഥാനത്ത് സമാപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 2016 വരെ ഉണ്ടായിരുന്ന വികസനത്തിലുള്ള പിന്നോട്ടടിക്കൽ, അതിൽ നിന്നൊരു മോചനമാണ് അതിനുശേഷം സംഭവിച്ചിരിക്കുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലുള്ള നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടാണെങ്കിലും. ഇതിനോട് എന്താണ് കോൺഗ്രസിൻ്റെ പ്രതികരണം? ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ വാർഷികത്തിൽ പറയുന്നത് എന്താണോ അതൊക്കെ തന്നെ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം മാത്രം പറയാം. UDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ആശുപത്രികൾ അടച്ചുപൂട്ടുമായിരുന്നു. ഏത് പൗരനാണിത് വിശ്വസിക്കുക? ഒരു മുഖ്യമന്ത്രി പറയുകയാണ്. ഈ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം മുഴുവൻ. UDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടുമായിരുന്നു. എന്താണ് നിനക്ക് ഉത്തരം പറയുക? ഒരു മുഖ്യമന്ത്രിയുടെ വാർഷിക റിപ്പോർട്ടാണത്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ തുടക്കത്തിൽ ഞാൻ വായിച്ചില്ല, കാരണം ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. അതിൻ്റെ തുടക്കത്തിൽ ഇനിയും എത്ര 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 5 മാസമുള്ളൂ ഇനിയും ബാക്കി. അതിൽ സ്റ്റാർട്ടപ്പ് എന്നൊരു സബ് ഹെഡിങ് ഇട്ടിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 300 സ്റ്റാർട്ടപ്പുകളായിരുന്നു. പിന്നീടത് 3900 അതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ പറയുന്നത് LDF അധികാരത്തിൽ വന്നപ്പോൾ, അത് വായിക്കാം, എന്നാലും അതിൻ്റെ ഒരു സർക്കാർ 2016 300 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് 1ാമത്തെ പാരഗ്രാഫിന് പറയുന്നത്. അവിടെ പക്ഷേ അതിപ്പോൾ 3900 വർദ്ധിച്ചു എന്ന് ആദ്യത്തെ പാരഗ്രാഫ്. 32,000 പേർക്ക് തൊഴിൽ ലഭിച്ചു. അടുത്ത പാര, സർക്കാർ 2016 300 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോഴത് 6400 ഉയർന്നു. ആദ്യത്തെ പാരഗ്രാഫിൽ 3900, രണ്ടാമത് വന്നപ്പോൾ 6400. 64,000 തൊഴിലവസരങ്ങൾ ഇതുവരെ ലഭ്യമാക്കി. ആദ്യത്തെ പാരയിൽ 32,000. ഇനി 15,000 സ്റ്റാർട്ടപ്പുകൾ കൂടി തുടങ്ങും. അത് 2 പാരയിൽ ഒരുപോലെ തന്നെയാണ്. തൊഴിലവസരങ്ങൾ 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതാണ് ആ കാര്യം. അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ഞാൻ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ 2 പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. ആദ്യത്തേതിൽ 300 സ്റ്റാർട്ടപ്പ്, രണ്ടാമതിൽ വന്നപ്പോൾ കൂടി 32,000 64,000 ഇതൊക്കെ ഇപ്പോൾ അതിന് വേറെ വല്ല കണക്കുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് പ്രോഗ്രസ് റിപ്പോർട്ടിലത്തെ ഒരു ഇത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇനി അവർ ഉത്തരം CPM ആണ് ഉത്തരം പറയേണ്ടത്. ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള പാരഗ്രാഫിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, ഇപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ. ഇവിടെ നോക്കൂ സ്മൃതി, ഈ 9ാമത്തെ വർഷത്തിലെത്തുമ്പോൾ CPMൻ്റെ ഒരു പൊതു ഇല്ലായ്മയുടെ പ്രകടനം നമ്മളിത് കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നല്ല രീതിയിൽ വികസനം വന്നു, നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു. എവിടെയാണ് മാറ്റങ്ങൾ വന്നത്? അതൊക്കെ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെതായ ഭാഷയാണത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചത് ഒരു പദ്ധതി LDF ഗവൺമെൻറ് 9 വർഷം ഭരിച്ചിട്ട് ഞങ്ങളുടെ പദ്ധതി ഇതാണ് എന്നൊരു പദ്ധതി പ്രഖ്യാപിക്കാൻ അവർക്ക് പറ്റിയോ? നമ്മളെന്നും ചോദിക്കുന്ന ചോദ്യമാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ വിഴിഞ്ഞം മാത്രമാണ്. കേരളിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. അതാണ് LDF ഗവൺമെൻറ് എന്ന് പറയുന്ന പദ്ധതി.
ആ കേരയിൽ പദ്ധതി അടുത്ത ഒരു നൂറ്റാണ്ടിലെ പര്യവേഷണ സംഘം വരികയാണെങ്കിൽ ഒരുപാട് മഞ്ഞ കുറ്റികൾ കിട്ടുമ്പോൾ കേരളത്തിൽ 2016 നവകേരളം എന്നൊരു സംഗതി ഉണ്ടായിരുന്നുവെന്നും അന്ന് പിണറായി വിജയൻ എന്നൊരാൾ ഭരിച്ചിരുമെന്നും അവരിട്ട ഒരു പദ്ധതിയുടെ കുറ്റികളാണ് ഈ മഞ്ഞ കുറ്റികളെന്ന് പര്യവേഷണ സംഘം കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തും. എന്താണ് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി? നമ്മൾ സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പറയാറില്ലേ? അങ്ങനെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്താണ് ഈ ഗവൺമെൻറ് ഉണ്ടായത്? ഒന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ് നേരത്തെ സ്മൃതി എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ ജനം ചർച്ച ചെയ്ത് വാർഷികമല്ല, റോഡ് പാതാളത്തിലേക്ക് പോയതാണ്. റോഡ് പാതാളത്തിലേക്ക് പോയതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോ മരാമത്ത് മന്ത്രിയോ ഒരു പത്രസമ്മേളനം വിളിച്ച് എന്താണ് സംഭവങ്ങളെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയില്ല. ഈ മന്ത്രിസഭാ വാർഷികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഏതായിരുന്നു? ഉണ്ടായില്ലല്ലോ. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? CPM മന്ത്രിമാർക്കിടയിലെ ഭിന്നത. റോഡ് ഉദ്ഘാടനത്തിന് പോലും ഫ്ലെക്സിൽ മുഖ്യമന്ത്രിയുടെയും റിയാസിൻ്റെയും പരസ്യം. അതിൽ റിയാസിൻ്റെ ബന്ധം ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല, കാരണം അത് രാഷ്ട്രീയത്തിൽ അങ്ങനെ ബന്ധത്തെക്കുറിച്ച് വലിയതായിട്ട് വാചാലമായിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ആ 2 ചിത്രത്തിൽ അത് മാത്രം, ബന്ധപ്പെട്ട മന്ത്രിയുടെ ചിത്രമില്ല, അദ്ദേഹം മാറി നിന്നു എന്ന് പത്രവാർത്ത. പിന്നെ എന്താണ്? LDF സർക്കാർ മാറി, അതായത് നമ്മളുടെ CPMുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയങ്ങൾ, SFIയുടെ വിഷയങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യം, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ എന്തോ മാത്രം. ആ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ തൊഴിൽ ക്ഷാമം. തൊഴിൽ ഇനി 20 ലക്ഷം കൊടുക്കാൻ പോകുന്നുള്ളൂ. 8 മാസം കൊണ്ട്, 9 വർഷം കൊണ്ട് കൊടുക്കാൻ പറ്റാതിരുന്ന 20 ലക്ഷം തൊഴിലിന് 8 മാസം കൊണ്ട് കൊടുക്കുന്ന പറയുന്നത്. കൊടുക്കട്ടെ, അവരുടെ ആ ഒരു മാജിക്ക് കാണിക്കട്ടെ. പക്ഷേ തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമായി. നിയമന നിരോധനം, PSCയുടെ റാങ്ക് ലിസ്റ്റ് റദ്ദായി, കർപ്പൂരം കത്തിച്ച വനിതാ CPO വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ കാര്യം ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു. ആശാ സമരത്തിലെ സ്ത്രീകൾ ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ജാഥയുമായി നടക്കുകയാണ്. അവരെക്കുറിച്ച് ചർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ചർച്ചയില്ല. ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് 1.5 മാസം പിന്നിട്ട ഒരു വനിതകളുടെ വീട്ടമ്മമാരുടെ സമരത്തോടെ ചർച്ചയില്ലെന്നൊരു മുഖ്യമന്ത്രി പറയുകയാണ് അവരുടെ 9ാം വാർഷികത്തിൽ. ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ VD സതീശൻ ഉന്നയിച്ച ഒരു ആരോപണത്തിലുള്ള മറുപടി എന്ന് കിട്ടും എന്നുള്ളതാണ്. എന്താണ് VD സതീശൻ ഉന്നയിച്ചത്? ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അതൊരു പ്രൊമോഷനായിട്ട്, അവരുടെ നേട്ടങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാനായിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് പണം കൊടുത്തു എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. മാധ്യമ പ്രവർത്തകർക്കല്ല, മാധ്യമ സ്ഥാപനങ്ങൾക്ക്. അതായത് ഇന്ന സമയത്ത്, ജനങ്ങൾ കൂടുതൽ കാണുന്ന സമയത്ത് ഗവൺമെൻറ്റിനെയും മന്ത്രിമാരെയും പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ വാർത്ത കൊടുക്കണം എന്നതിന് വേണ്ടിയിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് പരസ്യമല്ലാതെ പണം കൊടുത്തു എന്ന പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പരിഹാസ്യനാവുകയാണെന്നുള്ള മറുപടിയാണ് കൊടുത്തത്. അല്ലാണ്ട് മുഖ്യമന്ത്രി അത് നിഷേധിച്ചില്ല. ആ ഒരു ആരോപണത്തിന് ഉത്തരം ആര് നൽകും എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ CPIയുടെ തൊഴിലാളി സംഘടന AITUC 6 മാസം മുമ്പ് ഒരു ലേഖനം അവരുടെ ജനയുഗം പത്രത്തിൽ എഴുതിയിരുന്നു. അതിൽ അവർ പറഞ്ഞൊരു കാര്യം, 7 വർഷം ഭരിച്ച അച്യുതമേനോൻ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഗവൺമെൻറ് എന്ന് CPIയുടെ തൊഴിലാളി വിഭാഗം വിധി എഴുതി. AITUC ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 5-6 മാസമേ ആയിട്ടുള്ളൂ. ഇന്ന് നോക്കൂ, CPMൻ്റെ മുഖ്യമന്ത്രി അവരുടെ പരസ്യത്തിൽ പറഞ്ഞത് എന്താണ്? അവർ കഴിഞ്ഞ 4 വർഷവും പറഞ്ഞത് LDF ഗവൺമെൻറ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ LDF ഗവൺമെൻറ് അപ്രത്യക്ഷമായി. പകരം വന്നത് പിണറായി വിജയൻ സർക്കാർ എന്നാണ്. അപ്പോൾ LDF ഗവൺമെൻറ് പോയി, പിണറായി വിജയൻ സർക്കാർ വന്നു. അപ്പോൾ കേരളം ഇന്ന് ഭരിക്കുന്നത് LDF ഗവൺമെൻറ് അല്ല, പകരം ആരാണ്? പിണറായി വിജയൻ സർക്കാർ. ഇന്നലത്തെ പരസ്യം ഒക്കെ പത്രം മുമ്പിലുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം. CPI എല്ലാ കാലത്തും പറയുന്നത് LDF ഗവൺമെൻറ് എന്നാണ്. അപ്പോൾ ഇത് LDF ഗവൺമെൻറ് അല്ലാതായിരിക്കുന്നു ഈ അവസാന വർഷത്തിലേക്ക് നീങ്ങുമ്പോൾ പിണറായി വിജയൻ സർക്കാരാകുന്നു. നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നേട്ടം പോലും എടുത്തു പറയാനില്ല. സ്റ്റാർട്ടപ്പ് പദ്ധതികളെക്കുറിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ, പാർട്ടി രാഷ്ട്രീയമായിട്ടൊരു നയമുണ്ട്. CPMും BJPയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായിരിക്കുന്നു ഈ 9ാം വർഷത്തിലെത്തുമ്പോൾ. അതിൻ്റെ പ്രതിഫലമോ
10ാം വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയമായ ചോദ്യം. ഇതിനെല്ലാത്തിനും കൃത്യമായ ഉത്തരം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം കേട്ടവർക്ക് ഒരുപക്ഷെ അവർ ചിരിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാകാം, അതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ 1 മാസം നീണ്ട ആഘോഷ പരിപാടികളുടെ സമാപനം എന്ന തലസ്ഥാനത്ത് നടന്നിരിക്കുന്നു. അവിടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കി എന്നാണ് പറയുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതുന്നവർ തന്നെ അതിന് മാർക്കിടുക എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ. അതൊരു ശരിയായ രീതിയാണോ എന്ന ചോദ്യമാണ് ആദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ തന്നെ പരീക്ഷ എഴുതുന്നു, നിങ്ങൾ തന്നെ മാർക്ക് ഇടുന്നു. അപ്പോൾ നിങ്ങൾ 100-ൽ 100 നിങ്ങൾക്ക് മാർക്ക് നൽകുകയുമാണ്. ഇനി ഈ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിലെ കുറേ പിഴവുകൾ, സ്റ്റാർട്ടപ്പ് കണക്കുകൾ അടക്കമുള്ള വന്നിരിക്കുന്ന ചില പിഴവുകൾ ശ്രീകുമാർ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. താങ്കൾക്ക് ഈ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ തന്നെ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും ആദ്യം മറുപടി നൽകാം. ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു പുതിയ ചരിത്രം ഈ ജനാധിപത്യ ഇന്ത്യക്ക് തന്നെ ഞങ്ങൾ മാതൃകയാക്കി കാണിച്ചു കൊടുത്തു. ഇതിനു മുമ്പ് കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളൂ. സ്മൃതി, താങ്കളുടെ മക്കളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ടാണ് നമ്മൾ കാണുന്നത്. 9 കൊല്ലമായി. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്, അതിൽ നടപ്പാക്കിയത് എന്തൊക്കെ എന്നതിനെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. 2016 LDF ഗവൺമെന്റ് 600 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. ആ 5 വർഷവും കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി നടത്തിയ കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചു, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രോഗ്രസ് അറിയിച്ചു, അതുപോലെ പെൻഡിംഗ് നിൽക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളെ അറിയിച്ചു. 2021 ഗവൺമെന്റ് 900 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. ആ 900 കാര്യങ്ങളിൽ പിണറായി സർക്കാരിന്റെ 3ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ജൂലൈ മാസം 2-ാം തീയതി ഇറങ്ങുമ്പോൾ 729 കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണ്. അതിൽ പൂർത്തീകരിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് 324 പേജുള്ള 2ാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയത് എത്ര, അത് നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ പ്രോസസ്സിംഗിലുള്ളത് എത്ര, ഇനി പൂർത്തീകരിക്കേണ്ടത് എത്ര, കൃത്യമായി തരംതിരിച്ച് 11 ഹെഡിങ്ങുകളായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീകുമാർ, ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത്. ആ 324 പേജ് താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്ന് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം പശ്ചാത്തല വികസന രംഗത്ത് വന്ന മാറ്റമാണ്. ആ പശ്ചാത്തല വികസന രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റത്തിന്റെ ഭാഗമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലടക്കം വലിയ മാറ്റം വരുത്തി വൻകിട സംരംഭകരടക്കം ഈ കേരളത്തിലേക്ക് കുതിച്ചു വരുന്ന കാഴ്ച നാം കണ്ടു. അങ്ങ് കണ്ടു കാണും. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടക്കുമ്പോൾ 400 കമ്പനികളുടെ നിക്ഷേപം 1,96,000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു. ഇപ്പൊ 2 മാസത്തിനിടയിൽ വന്ന നിക്ഷേപം ആരംഭിച്ചത് കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ദേശീയപാതയുടെ ഭാഗമായി കേരളം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, സ്കൂളുകൾ ഹൈടെക്കായി മാറിയതും നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ പുതുതായിട്ട് വന്നതും, ആരോഗ്യരംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വന്നതും, 10,000 കോടി രൂപയിലധികം ആശുപത്രികളുടെ നവീകരണത്തിനായി മാറ്റിവെച്ചതും, അതുപോലെ തന്നെ ക്ഷേമരംഗത്ത് വന്ന നിരവധി ഇടപെടലുകളും എല്ലാം ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഈ കേരളത്തിലെ 62 ലക്ഷം ജനങ്ങൾക്ക് കൃത്യമായി 1,600 രൂപ വീതം 992 കോടി രൂപ ഒരു മാസം വിതരണം ചെയ്യുന്ന തരത്തിൽ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നടപ്പാക്കുന്നു. 2 മാസത്തെ കുടിശ്ശിക ഇനിയുമുണ്ട്. അത് അടുത്ത മാസം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുടിശ്ശിക വരാനുള്ള കാരണമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിവുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ദേശീയ ഗവൺമെന്റാണ്. 30 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സയാണ്. അതായത് ഈ 7,000 കോടി രൂപ ഈ രാജ്യത്തെ 30 ലക്ഷത്തിലധികം പേർക്ക്, ഈ സംസ്ഥാനത്തെ 30 ലക്ഷത്തിലധികം പേർക്ക് വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് മാറി. അങ്ങനെ ഓരോ രംഗത്തും ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമാക്കി. അതുപോലെ അടിസ്ഥാന വികസന രംഗത്ത് കൃത്യമായ ആശയങ്ങൾ നടപ്പാക്കി. വികസന പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പാക്കി മുന്നേറുന്നു. നമുക്കറിയാം, ഇവിടെ കൃത്യമായി പട്ടയം 4 ലക്ഷത്തിലധികം പേർക്ക് പട്ടയം വിതരണം ചെയ്തു. UDFന്റെ കാലത്ത് വിതരണം ചെയ്തതിനേക്കാൾ കൂടുതൽ, അതായത് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 4,956 പേർക്കാണ് പട്ടയം വിതരണം ചെയ്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റിയത്. അതുപോലെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 5,47,553 വീടുകളുടെ പണിയാണ് ആരംഭിച്ചത്. അതിൽ 4,51,631 പേരെ
വീടിന്റെ ഉടമസ്ഥരാക്കി മാറ്റി അവർക്ക് താക്കോല് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. അത് സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കണക്കുകൾ അങ്ങ് പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം വെറും 3000 ആയിരുന്നു. എന്നാൽ ഇന്ന് 2025 9 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6400 ആണ്. ആ സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായി തൊഴിൽ കിട്ടിയവരുടെ എണ്ണം 64,000 തൊഴിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കൃത്യമായി 1 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നതാണ്. സംരംഭകർ പുതുതായി എത്ര മാസം കൊണ്ട് ഈ തൊഴിൽ കൊടുക്കുമെന്നുള്ളതാണ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 ലക്ഷം പേർക്ക് എത്ര മാസം കൊണ്ട് ഇനി തൊഴിൽ കൊടുക്കും ഇവിടെ? യെസ്, അതായത് ഞാൻ അങ്ങ് ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോ 400 പുതിയ കമ്പനികൾ ഇവിടെ 1,96,000 കോടി രൂപയുടെ പുതിയ സംരംഭങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അടിസ്ഥാന സൗകര്യ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ 9 വർഷമായി അതിന്റെ പൂർത്തീകരണ പ്രക്രിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അവിടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും പൂർത്തീകരണത്തിന്റെ ഭാഗമായി സംരംഭങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന നിരവധി സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറയുന്നു, പ്രഖ്യാപിച്ച തൊഴിൽ കൊടുക്കാൻ കഴിയും. അതിൽ ഇപ്പോൾ 64,000 പേർക്ക് പുതുതായി ആരംഭിച്ച സ്റ്റാർട്ടപ്പിലൂടെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ വരുന്ന 10 മാസം കൊണ്ട് അത് 1 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ശരി, സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലൊക്കെ ഒരു വിവാദം ഉണ്ടായപ്പോൾ എല്ലാ സ്റ്റാർട്ടപ്പുകളും എങ്ങനെയാണ്, അതിന്റെ സ്വഭാവം എന്തെന്നൊക്കെ പിന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൽ മുറുക്കാൻ കടകളടക്കം ചെറിയ തട്ടുകടകളടക്കം ഈ സ്റ്റാർട്ടപ്പുകളായി നിങ്ങൾ പറയുകയായിരുന്നു. അതിൻ്റെയൊക്കെ സാങ്കേതികത്വത്തിലേക്കും കാര്യങ്ങളിലേക്ക് വിശദമായി പോകുമ്പോൾ ഈ കണക്ക് എത്രത്തോളം ആധികാരികമാണെന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. ഞാൻ വരാം. താങ്കൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുമല്ലോ. പൂർത്തിയാക്കോളൂ. ഒറ്റ കാര്യം പറയാം, ഒറ്റ വാചകം. ഈ MSME സ്റ്റാർട്ടപ്പുകൾ പുതുതായിട്ട് ആരംഭിക്കുന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് കേരള ഗവൺമെന്റിന്റെ സംരംഭകത്വം ആ നയം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങളെല്ലാം ഇതിന്റെ വാർത്ത കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണല്ലോ. ഏത് ചെറിയ സംരംഭമായാലും MSME നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ഒരു സംരംഭകൻ വന്നാൽ ആ സംരംഭകത്വത്തിന് അംഗീകാരം കൊടുത്ത് നിയമപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുമ്പോൾ അതൊരു ഒരു സംരംഭമായി മാറി. അത്തരത്തിൽ 3,53,193 സംരംഭങ്ങളും അതിന്റെ ഭാഗമായി 7,49,912 തൊഴിലവസരങ്ങളും ഈ കേരളത്തിലുണ്ടായി. ഈ തൊഴിൽ കിട്ടിയവർക്കും സംരംഭം ആരംഭിച്ചവർക്കും ഒന്നും പരാതിയില്ല. പരാതിയുള്ളത് UDFനാണ്, വലതുപക്ഷത്തിനാണ്, BJPക്കാണ്. അവർ പരാതി ഉന്നയിച്ചോട്ടെ. ഈ രാജ്യത്തെ ജനങ്ങൾ, സംസ്ഥാനത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു പോകുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങളും ജനങ്ങളുടെ പരാതികളും ജനങ്ങളുടെ സമരവും ഒക്കെ കേരളം ഇപ്പോഴും കാണുന്നുണ്ട്. അത് പ്രതിപക്ഷം നടത്തുന്ന സമരം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാവുന്ന സമരങ്ങളുമല്ല. ഒരു പ്രതിപക്ഷ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒരു ആശാസമരം അപ്പുറത്ത് നടക്കുന്നുണ്ടല്ലോ. പിന്തുണ അറിയിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ സമരം അവർ നടത്തുന്ന സമരമല്ല, അവർ ഒറ്റയ്ക്ക് നടത്തുന്ന, കുറേ സ്ത്രീകൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരമാണല്ലോ ആശാസമരം. ആ സമരം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ നിയമന നിരോധനം മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ, അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. PSC ലിസ്റ്റിൽ പേര് വരാതെ അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടാതെ എത്ര സ്ത്രീകളാണ് അവിടെ സമരം ഇരുന്നത്, അതും സഹന സമരം. ഓരോ ദിവസം ഓരോ രൂപത്തിലുള്ള സഹന സമരം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയല്ലല്ലോ വേണ്ടത്. ഈ വിഷയങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്ത് വേണ്ടേ പോകാൻ. നിങ്ങളൊരു വലിയ കണക്കുകൾ പറയുമ്പോൾ നിങ്ങളിങ്ങനെ കണക്കുകൾ എഴുതി വെക്കുകയാണ്. അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടാമല്ലോ. നിങ്ങൾ ഈ പറയുന്ന കണക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഡോക്യുമെന്റ് തിരിച്ചു കാണിക്കുന്നത്? നിങ്ങൾ തന്നെ പരീക്ഷ എഴുതുക, നിങ്ങൾ തന്നെ മാർക്ക് ഇടുക. അതാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട്. നിങ്ങൾക്ക് മാർക്ക് ഇടേണ്ടത് ജനങ്ങളാണല്ലോ. നിങ്ങൾ തന്നെ പ്രോഗ്രസ് ആയി എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുകയാണ്. അത് തെറ്റായ പ്രയോഗമാണ്. ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നു, ശരി. പക്ഷെ മാർക്ക് ഇടുന്നത് ഞങ്ങളല്ല. 2020 ഡിസംബർ മാസം 16-ാം തീയതി ഈ കേരളത്തിലെ ജനങ്ങൾ മാർക്കിട്ടു. ആ മാർക്കിട്ടപ്പോൾ 6 കോർപ്പറേഷനിൽ 5 ഞങ്ങൾ. 2024 നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് എപ്പോഴാണ്? ലോക്സഭയിലെ വമ്പൻ തോൽവിക്ക് ശേഷമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷമാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്താ മറക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ, ഈ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമുക്കറിയാം. പക്ഷേ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാർക്ക് ഇടുന്നത് ജനങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പുകളും ഇതിനിടയ്ക്ക് കടന്നുപോയല്ലോ, അതും ഒരു വിലയിരുത്തലല്ലേ?
അതെ, ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആധികാരികമായ വിജയം LDF-നായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റും ഞങ്ങളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെ തന്നെ ഭദ്രമായിട്ടിരിക്കുകയാണ്. അങ്ങ് PSCയുടെ കണക്ക് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയട്ടെ. ഈ കഴിഞ്ഞ കൃത്യമായി 2016 ശേഷം 2,80,015 പേർക്കാണ് ഈ കേരളത്തിൽ PSC നിയമനം വഴി ജോലി കിട്ടിയത്. അത് ഈ രാജ്യത്ത് നടക്കുന്ന PSC നിയമനത്തിന്റെ 42%. കണക്ക് വേണമെങ്കിൽ സംസ്ഥാനം തിരിച്ച് കണക്ക് ഞാൻ അങ്ങേക്ക് തരാം. അതായത് രാജ്യത്ത് നടക്കുന്ന PSC നിയമനത്തിന്റെ 42% ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കിട്ടാത്തവരുണ്ടാകും. ആ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ. ഉള്ള ഒഴിവ് പ്രകാരവും അതുപോലെ തന്നെ കാലാവധി പ്രകാരമാണ് ജോലി കിട്ടുക. എല്ലാവർക്കും PSC പരീക്ഷ എഴുതി ജോലി കിട്ടേണ്ട ഈ സർക്കാരിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്നുള്ളത് പിൻവാതിൽ നിയമനമാണല്ലോ. അതെ, ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഹൈക്കോടതി അന്ന് പറഞ്ഞ വാചകം ഉണ്ടല്ലോ, രേഖ, ആ രേഖയ്ക്ക് പിന്നിൽ ഡേറ്റ, സത്യസന്ധത, വസ്തുത. എത്ര തവണ ഹൈക്കോടതി പോയി? ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പരമോന്നത കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രമാണ്, കേരളത്തിന്റെ ഹൈക്കോടതിയാണ്. എത്ര തവണ കയറി ഇറങ്ങി ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ഒരു ആരോപണം ശരിവെക്കാൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ആർക്കും നടന്നിട്ടില്ല എന്ന അവകാശവാദമാണ് ഇപ്പോൾ അരുൺകുമാർ നടത്തുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നേരത്തെ MV ഗോവിന്ദൻ പ്രതികരിച്ചതുപോലെ ഉത്സവാന്തരീക്ഷം കേരളത്തിലാകെ ഉത്സവമാണ്. പക്ഷേ നമ്മൾ ദേശീയപാതയിലെ വലിയ വിള്ളലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദേശീയപാത, അതായത് വിള്ളലുകൾ വന്ന ദേശീയപാത കൂടി അഭിമാന നേട്ടമായി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുള്ള തുടക്കത്തിൽ തന്നെ, ആ റിപ്പോർട്ടിൽ തുടക്കത്തിൽ തന്നെ ദേശീയപാതയും നിങ്ങളുടെ നേട്ടമായി പറയുകയാണ്. അതെ, കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ദേശീയപാത ഈ കേരളത്തിൽ വരാൻ കാരണം UDF ഉപേക്ഷിച്ച് പത്രസമ്മേളനം നടത്തി ഇനി നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച ദേശീയപാത അതോറിറ്റി ഓഫീസ് മുഴുവൻ പൂട്ടി താക്കോലുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചുപോയ പദ്ധതി, ആ പദ്ധതിയെ തിരിച്ചു കൊണ്ടുവരാൻ 25% സംസ്ഥാന ഖജനാവിൽ നിന്നെടുത്ത പണമെടുത്ത് വിനിയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ദേശീയപാത ഇന്ന് കാണുന്ന ഏകദേശം 60% ദേശീയപാത എന്ന് പറയുമ്പോൾ റോഡില്ല എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അരുൺകുമാർ, മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെയാണ്. പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞോട്ടെ, പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടല്ലോ, നമ്മൾക്കിപ്പോൾ ദേശീയപാതയെ വിള്ളലാണല്ലോ കാണുന്നത്. ആ പ്രദേശത്തെ ആളുകളുടെ ആശങ്കയാണല്ലോ കാണുന്നത്. അത് ഒരു സ്ഥലത്ത്, 2 സ്ഥലത്ത്, 3 സ്ഥലത്ത് എന്ന നിലയ്ക്കല്ല, വിവിധ ഭാഗങ്ങളിൽ വടക്കോട്ട് അങ്ങോട്ട് മുഴുവൻ ആ രൂപത്തിലാണ്. ഇന്ന് ഞങ്ങൾ ഒരു ലൈവത്തോൺ ചെയ്തു 2 മണി മുതൽ 4 മണി വരെ. വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത കടന്നു പോകുന്ന വിവിധ ഭാഗങ്ങളിൽ മല തുറന്നതിൻ്റെ രൂപം കുത്തനെ ചെത്തിയെടുത്തിരിക്കുകയാണ്. ഏതു സമയവും ഇടിഞ്ഞു പോകാൻ, തൊട്ടാൽ ആ മണ്ണ് അടർന്നു പോവുകയാണ്. മഴ പെയ്താൽ എന്തും സംഭവിക്കാം. അതിന് താഴെയുള്ള ചെറിയ റോഡ്, ആ റോഡിലേക്ക് മണ്ണ് വീഴുന്നു, വെള്ളം വീഴുന്നു. ആ വീടുകളിലുള്ളവർ നിരവധി തവണ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് മന്ത്രി പറയുന്നത് ഞാൻ അവലോകനം നടത്തുന്നു, അവിടെ പോയി ഓരോ സ്ഥലത്തിലും സൈറ്റ് വിസിറ്റ് നടത്തുന്നു എന്നാണല്ലോ. ആ സൈറ്റ് വിസിറ്റിൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന പിഴവുകളാണ്. അതിലെന്തു ചെയ്തു എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഞങ്ങളിത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഈ ചോദ്യം. അതെ, ഇപ്പൊ അതിലേക്ക് വന്നല്ലോ. ബാക്കി എല്ലാ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞതാണ്, അതിന്റെ ഒന്നും ഡാറ്റ ഇല്ല. നിങ്ങൾ അവകാശപ്പെടുന്നു, നിങ്ങൾ കുറെ കണക്ക് പറയുന്നു. അല്ല, ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത്യാവശ്യം പത്രം വായിച്ചു പോകുന്ന എല്ലാവർക്കും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്ന ഡേറ്റ കൃത്യമായിട്ടുണ്ട്. നിയമനത്തിന്റെ കാര്യത്തിലായാലും, പെൻഷൻ കിട്ടുന്നതിന്റെ കാര്യത്തിലായാലും, ചികിത്സ കിട്ടുന്ന കാര്യത്തിലായാലും, അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിലായാലും ഏത് ഡേറ്റയാണ് സ്മൃതിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അത് അയച്ചു തരാം. ചെലവഴിച്ചതിന്റെ കണക്കുകൾ വരുമ്പോൾ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടും പല അവകാശം ഇത് പറഞ്ഞതിന് ശേഷം, ദേശീയപാത പറഞ്ഞതിന് ശേഷം കിഫ്ബിയിലേക്ക് വരാം, മറ്റധികളിലേക്കും പോകേണ്ടതുണ്ട്. നമുക്കത് അടുത്ത വട്ടത്തിൽ വരാം. താങ്കൾ ഇത് പറയൂ, ദേശീയപാതയുടെ പറയൂ. നമ്മൾ പറഞ്ഞല്ലോ, ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് DPR തയ്യാറാക്കുന്നതും വിദഗ്ധ ഏജൻസിയെ വെച്ച് DPRന്റെ അവലോകനം നടത്തുന്നതും അതുപോലെ അലൈൻമെന്റ് തയ്യാറാക്കുന്നതും ടെൻഡർ വിളിക്കുന്നതും പണി ഏൽപ്പിക്കുന്നതും പണിയുടെ മേൽനോട്ടം വഹിക്കുന്നതും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ്, നാഷണൽ അതോറിറ്റി ആണ് എന്നതുകൊണ്ട്, ദേശീയപാത അതോറിറ്റി ആണ് എന്നതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണല്ലോ അതോറിറ്റി ഇന്നലെ കൃത്യമായി നടപടി സ്വീകരിച്ച് ആ നിർമ്മാണം നടത്തിയ കമ്പനിയെ ഡീബാർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്, അന്വേഷണം പ്രഖ്യാപിച്ചത്, സസ്പെൻഡ് ചെയ്തത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, അത് ഒരു കമ്പനി ആകില്ല. നിങ്ങൾ എത്ര കമ്പനി ഈ ദേശീയപാതയിൽ ഉടനീളം സഞ്ചരിച്ചു നോക്കൂ. ഞാൻ ചോദിക്കുന്നത്, അവരത് ചെയ്തല്ലോ, അവർക്കതിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൽ അഭിമാനം കൊണ്ട് ഓരോ നിമിഷവും ഇതിന്റെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാനിത് കോർഡിനേറ്റ് ചെയ്യുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യോഗം ചേരുന്നു, ഞാനിതാ മുഖ്യമന്ത്രിയുമായി ചേർന്ന് സംസാരിക്കുന്നു, മുഖ്യമന്ത്രിയും യോഗം വിളിക്കുന്നു എന്ന് അവകാശപ്പെട്ടെടുത്താണ് ഈ വിള്ളൽ കാണുമ്പോൾ അത് ചെയ്യേണ്ടത് അവരാണെന്ന് പറഞ്ഞത്. അവരെയുമല്ല കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ NHAയുമായി ബന്ധപ്പെട്ടും മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതിയില്ല. മുഹമ്മദ് റിയാസിന് ആകെ പറയുന്നത് പ്രതിപക്ഷം അള്ളുവെക്കുന്നു, വികസനത്തിന് അള്ളുവെക്കുന്നു. നമ്മൾ വികസനത്തെക്കുറിച്ചല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വികസനം എന്ന് പറഞ്ഞുകൊണ്ടുവന്ന് നടപ്പാക്കിയ പാതയിലെ കള്ളത്തരം ആളുകളുടെ മരണത്തിനിടയാക്കുന്ന വലിയ അപകടത്തിലേക്ക് നയിക്കാൻ പോകുന്ന സാഹചര്യമാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന രൂപത്തിൽ താങ്കൾക്ക് ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കാം. പക്ഷേ പ്രതിപക്ഷം പറഞ്ഞ വാചകങ്ങൾ എന്താ? ദേശീയപാത ഞങ്ങൾ അനുവദിക്കില്ല, അതുപോലെ തന്നെ വയനാട് തുരങ്കപാത ഞങ്ങൾ അനുവദിക്കുകയില്ല, വിഴിഞ്ഞം പദ്ധതി ഒരിക്കലും പണി പൂർത്തീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്ന കേരള ബാങ്ക് പിരിച്ചുവിടും. അങ്ങനെ ഈ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ആ പറഞ്ഞ വാചകം, ആ പറഞ്ഞത് അതേപോലെ വീഡിയോ ഞാൻ അയച്ചു തരാം. അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അള്ളുവയ്ക്കുന്ന രീതി കൃത്യമായി അവരുടെ രീതിയിലൂടെ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ഗെയിൽ നിങ്ങളുടെ അവകാശവാദമാണ്, ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. ഇപ്പോൾ ഈ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിലും മുഖ്യമന്ത്രി പറയുന്ന കാര്യം ആ റിപ്പോർട്ടിലും എഴുതിയിട്ടുണ്ട്. ഗെയിൽ പൈപ്പ് ലൈനെതിരെ നിങ്ങൾ നടത്തിയ സമരങ്ങൾ അത് ജീവന് ഭീഷണി ഉയർത്തുന്ന വാതക പൈപ്പ് ലൈൻ എന്നാണ് നിങ്ങൾ അതിന്റെ തലക്കെട്ട്. ഗെയിൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമ്പോൾ അതിൽ പറയുന്നത് ജീവന് ഭീഷണി എന്നാണ്. ആവർത്തിക്കപ്പെടുന്ന കുടിയിറക്കുകളും അതിൻ്റെ ഇരകളും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ വീണ്ടും വികസനം എന്ന പേരിൽ കുറേ ആളുകൾ കൂടി വഴിയാധാരമാക്കപ്പെടുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഭയപ്പെടുത്തുന്ന വികസനം എന്നാണ് പറയുന്നത്. വാതക പൈപ്പ് ലൈനെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന വാതക പൈപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ വാചകങ്ങളാണെന്നേ. നിങ്ങളിപ്പോൾ അത് റദ്ദ് ചെയ്തിട്ട് കാര്യമില്ല. പറഞ്ഞ വാചകങ്ങൾ അവിടെ കിടക്കും. അന്നത്തെ സമരത്തിന്റെ ഫോട്ടോകൾ അവിടെ കിടക്കും. അതിൽ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P. രാജീവുമുണ്ട് സമരത്തിന് മുന്നിൽ. അന്ന് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സമരങ്ങളുടെ നോട്ടീസുകളൊക്കെ എപ്പോഴും കാണുന്നുണ്ടെന്നേ. ഇനി പറഞ്ഞോളൂ. അല്ല, ആ സമരം ഒറ്റ മിനിറ്റ്. ഏത് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളത് ആ നാടിന്റെ ആവശ്യമാണ്. അതിൽ പല രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രണ്ടും രണ്ടാണ്. നഷ്ടപരിഹാരമല്ല, അതൊരു വിഷയം. അത് നിങ്ങൾ ഉന്നയിച്ചു, ശരി തന്നെ. നിങ്ങൾ 4 മിനിറ്റ് ചോദ്യം ചോദിച്ചു. അല്ല, നിങ്ങൾ 4 മിനിറ്റ് ചോദ്യം ചോദിക്കും, അര മിനിറ്റ് പോലും മറുപടി പറഞ്ഞു. എന്റെ പോയിന്റ് ഇത് തന്നെയാണ്. ഈ ഒറ്റ പോയിന്റ് ആണ് അരുൺ. ഞാൻ പറയാം, നിങ്ങളുടെ പോയിന്റ് തെറ്റാണ്, നിങ്ങളുടെ പോയിന്റ് കള്ളമാണ്. UDF-കാർ പറയുന്ന നുണപ്രചരണമാണ് നിങ്ങളുടെ പോയിന്റ്. അരുൺകുമാർ, പത്ര കട്ടിങ്ങുകളാണ് ഞാൻ വായിക്കുന്നത്. എന്റെ കയ്യിൽ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ ഇപ്പൊ കാണിക്കാം. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. അന്നത്തെ ഏതെങ്കിലും പത്രക്കട്ടെങ്കിൽ ഈ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ പാടില്ല എന്ന് CPM പറഞ്ഞതായി താങ്കൾ കാണിച്ചാൽ ഈ ചർച്ച ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. വികസന പ്രവർത്തനം കേരളത്തിൽ പാടില്ല. വാതക പൈപ്പ് ലൈന്റെ ഭീഷണിയിൽ നിന്നും ഈ നാടിന്റെ പരിപൂർണ രക്ഷയ്ക്കായി CPM-ന്റെ പ്രതിരോധ സമരം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ സമരം ചെയ്തിട്ടില്ലേ? അരുൺ, എന്താണ് ഈ നടന്ന കാര്യങ്ങൾ നിഷേധിക്കുന്നത്? അത്ര വർഷമായിട്ടില്ലല്ലോ. മാന്യമായിട്ടുള്ള നഷ്ടം ഇല്ല. ഞാൻ പറയാം, എന്തിനാ നിങ്ങൾ കുറച്ച് നാളായിട്ട് കോൺഗ്രസുകാർ ആ അവസരം കിട്ടുമ്പോൾ പറയുന്ന നുണപ്രചരണം, ആ നുണപ്രചരണം എടുത്ത് പ്രയോഗിക്കല്ലേ? ഞാൻ പറയാം, മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം പറയട്ടെ. മാന്യമായി അല്ല, എന്താണ് എല്ലാം പോയി. ഏത് ബോക്സിൽ കൊടുത്താലും പത്രക്കട്ടിങ്ങൊക്കെ ഒരുപാട് കണ്ടിട്ട്.
അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുടെ കട്ടിങ് നിങ്ങൾ എത്ര എടുത്ത് കാണിച്ചാലും ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താ കട്ടിങ്, എന്താണ് കട്ടിങ്, എന്താണ് കട്ടിങ്, എന്താണ് കട്ടിങ്. നഷ്ടപരിഹാരം മാത്രം ആവശ്യപ്പെട്ടുള്ള സമരമായിരുന്നില്ല ഗെയിൽ പൈപ്പ് ലൈൻ സമരം എന്നുള്ളത്. CPM നടത്തിയ ഗെയിൽ പൈപ്പ് ലൈൻ സമരം എന്നുള്ളത് നഷ്ടപരിഹാരം മാത്രം ആവശ്യപ്പെട്ടുള്ള സമരമായിരുന്നില്ല. അത് മനുഷ്യ ജീവന ഭീഷണി, ജനവാസ കേന്ദ്രത്തിലൂടെ പോകുമ്പോൾ അത് മനുഷ്യ ജീവന ഭീഷണി എന്ന് തന്നെയായിരുന്നു. ഇവിടെ മറ്റു മാധ്യമപ്രവർത്തകരുണ്ട്. ഇതൊക്കെ ആ കാലത്ത് ചർച്ച ചെയ്തതാണ്. 2015 ഞാൻ ഈ പണി തന്നെയാണ് എടുക്കുന്നത് അരുൺ. ഞാൻ ഈ ചർച്ചകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തെ സമരം തന്നെയാണ്. ശരി, ശ്രീ എൻ പി ചെക്കുട്ടി, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടക്കുന്ന സമരം അത് നല്ല സമരം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമരം നല്ല സമരം. ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് ആകുമ്പോഴേക്കും ആ സമരത്തെ പൂർണ്ണമായി റദ്ദ് ചെയ്യുകയാണെന്ന് മാത്രമല്ല ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുകയാണ്. അതായത് എന്തിനെതിരെയാണോ പ്രവർത്തിച്ചത് അത് നടപ്പാക്കുന്നു. ശരിയാണ്, ആ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറി, ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ മാറി എന്നാണെങ്കിൽ അത് അങ്ങനെ പറയാം. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ശ്രീൻപിച്ചക്കുട്ടി, അല്ല, അത് തന്നെയാണ് ഒരു പ്രശ്നം. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ടുവന്നത്. കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലൂടെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ, ഉത്തര കേരളത്തിൻ്റെ വികസനത്തിൽ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് വമ്പിച്ച വികസന സാധ്യതകളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആ പദ്ധതി യഥാർത്ഥത്തിൽ അദാനി പൈപ്പ് ലൈൻ എന്ന് പറയുക, അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ആ പരിപാടി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിനുള്ള നടപടികളെടുത്തു. ആ നടപടികൾക്കെതിരായിട്ട്, ആ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരായിട്ട് കേരളത്തിൽ അന്ന് ശക്തിയായിട്ട് സമരം ചെയ്ത ആളുകളുണ്ട്. CPM ഇപ്പോൾ സമരം ചെയ്തില്ല എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ ആ സമയത്ത് അതിനെതിരായിട്ട് പ്രവർത്തിച്ച ആളുകളിൽ CPM ഉണ്ടായിരുന്നുള്ളൊരു വസ്തുതയാണ്. അതിന് പിന്നിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ്, അല്ലാണ്ട് ഇതിനോട് വികസനത്തോട് അവർക്ക് വിയോജിപ്പുണ്ടായിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു പദ്ധതിയോട് ഒരു കാരണവശാലും ഇവരെ വിജയിപ്പിക്കാൻ സമ്മതിക്കില്ല, അത് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്നൊരു സമീപനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ആ സർക്കാർ പോയി, അതിനുശേഷം ഇവർ വന്നപ്പം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. കാരണം അവരുടെ ആളുകളൊക്കെ തന്നെയായിരുന്നു ഈ സമരത്തിന് പിന്നിലുള്ള ഏറ്റവും വലിയ തെളിവ്. ഇവർ അധികാരത്തിൽ വന്നതോടുകൂടി സമരവും പോയി, പ്രക്ഷോഭവും പോയി, പ്രതിഷേധവും പോയി, പൈപ്പ് ലൈൻ മുന്നോട്ട് പോയി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ കേരളത്തെ സംബന്ധിച്ചാണ് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ എപ്പോഴൊക്കെ UDFൻ്റെ ഭരണകാലത്ത് പുതിയ പദ്ധതികൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ അതിനെതിർക്കുന്ന ഒരു സമീപനമാണ് ഈ പാർട്ടി സ്വീകരിച്ചുള്ളത്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ അവർ പറയുന്നു വമ്പിച്ച 2016 ശേഷം വമ്പിച്ച നേട്ടങ്ങൾ, അതിനു മുമ്പ് ഒരു വികസന മുരടിപ്പിൻ്റെ കാലം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇവരുടെ സർക്കാർ വന്ന സമയത്ത് കൊച്ചി മെട്രോ ഇനാഗുറേഷൻ ചെയ്തു, അതിനുശേഷം പിന്നെ കണ്ണൂർ വിമാനത്താവളം ഇനാഗുറേറ്റ് ചെയ്തു. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? അതിനു മുമ്പുള്ള കാലത്ത് ഉണ്ടായിരുന്ന സർക്കാർ വളരെ ദീർഘമായ കാലത്ത് പ്രവർത്തനങ്ങളിലൂടെ അല്ല, അതൊക്കെ ഉണ്ട്. അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവർ പറയുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ കാലത്ത് വികസനത്തിൻ്റെ മുരടിപ്പ്, ഒരു പിന്നോക്കം പോക്കെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങളായിട്ട് അവർ ഉന്നയിക്കുന്ന മിക്കവാറും പല പദ്ധതികളും അതിന് മുമ്പുണ്ടായിരുന്ന സർക്കാർ കൊണ്ടുവന്നതാണ്. അതിന് മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയതാണ്. അതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയത് ഇവരാന്നുള്ളത് ആ സമയത്ത് ഒരു ഇലക്ഷൻ വന്നതുകൊണ്ട് ഇവർ ജയിച്ചു എന്നുള്ളതാണ്. ഈവൻ ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം പദ്ധതി, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ മുഴുവൻ നടത്തിയത്, അതിന് കരാറൊപ്പിട്ടത്, അതിന് തടസ്സങ്ങൾ നീക്കിയത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ആ തരം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വസ്തുതാപരമായിട്ട് കേരളത്തിൻ്റെ വികസനത്തിൽ ഇടതുപക്ഷ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ ഒരു സംഭാവന ചെയ്തില്ലെന്ന് ഞാൻ പറയില്ല. കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് സാമാന്യം ഭേദപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാക്കിയ സർക്കാരാണ്. പക്ഷേ ഈ നേട്ടങ്ങൾ എവിടെയാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്? ഈ നേട്ടങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു അടിത്തറയിലാണ് ഇവരുടെ വികസനത്തിൻ്റെ പുതിയ പാത ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരിക്കുന്ന സർക്കാരുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് പലതും ഇവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമോ വ്യത്യസ്തമായിട്ടുള്ള നേട്ടങ്ങളോ ഇവർക്ക് ഉണ്ടായിട്ടില്ല. ദർ ഇസ് എ കണ്ടിന്യൂറ്റി. ഈ കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് പറയുകയും നേരത്തെയുള്ളതിനെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ടത്. പാർട്ടി എന്ന നില അവരെന്ത് എനിക്കറിയില്ല. പക്ഷേ ഒരു സർക്കാർ ഈ ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ്. ഈ വികസനത്തിൻ്റേതായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വന്നത്
വന്നതുകൊണ്ടുണ്ടായതല്ല, മറിച്ച് ദീർഘകാലത്തെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ദീർഘകാലമായിട്ടുള്ള നമ്മളുടെ ഒരു പോളിസി പെർസ്പെക്റ്റീവ് ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ അത് വിദ്യാഭ്യാസ രംഗത്തായാലും ശരി, IT രംഗത്തായാലും ശരി, ടൂറിസത്തിൻ്റെ രംഗത്തായാലും ശരി, ആരോഗ്യ രംഗത്തായാലും എല്ലാ മേഖലകളിലും കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഇന്നലെ ഉണ്ടായതല്ല. ഇദ്ദേഹം പറയുന്നു ഇപ്പോൾ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടുന്നു. കേരളത്തിൽ സത്യത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലം മുതൽ ഇത്തരത്തിലുള്ള സാമൂഹിക ക്ഷേമപരമായ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടപ്പിലാക്കപ്പെട്ടുള്ളതാണ്. അതിനൊരു കണ്ടിന്യൂറ്റി 57 സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്, 67 സർക്കാർ കൊണ്ടുവന്ന്, അതിനുശേഷം 70 അച്യുതമേനോൻ സർക്കാർ കൊണ്ട് ഈ തരത്തിലൊരു നിരന്തരമായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വിജയത്തിൽ അല്ലെങ്കിൽ ഈ നേട്ടങ്ങളിൽ ഞങ്ങൾക്ക് മാത്രമാണ് പങ്ക് എന്ന് പറയുന്ന ഈ അവകാശവാദം ഒഴിവാക്കുകയാണ് സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ UDFൻ്റെ ഭാഗത്തായാലും ശരി, LDFൻ്റെ ഭാഗത്തായാലും ശരി, പല കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ സംഭാവനകളും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും നൽകിയ സംഭാവനകൾ ആണ് എന്ന മട്ടിലുള്ള അവകാശവാദങ്ങൾ ശുദ്ധ ബോഷ്കാണ്, മണ്ടത്തരമാണ്. ശരി, വേഗം വെച്ചു എന്നുള്ളതാണ് ഇടത് സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം. നേരത്തെ പതുക്കെയായിരുന്ന അല്ലെങ്കിൽ മുടങ്ങിപ്പോയിരുന്ന വികസനമെല്ലാം നല്ല രീതിയിൽ നടപ്പായിരിക്കുന്നത് ഈ 9 വർഷം കൊണ്ടാണ്. 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും പറയുന്നു. ഇതിൽ പറയുന്ന കണക്കുകൾ ആധികാരികമായി എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്ര കണക്കുകൾ, ഒരു കണക്ക് മുന്നോട്ട് വയ്ക്കുന്നു, അതിങ്ങനെ എഴുതി വെക്കുക എന്നല്ലത്, അത് നമുക്ക് അതിൻ്റെ ഒരു തെളിവായി ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. ചില കണക്കുകൾ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും. ഇത്ര ഞങ്ങൾ നടപ്പാക്കി, ഇത്ര ജോലി കൊടുത്തു, ഇത്ര തൊഴിൽ വാഗ്ദാനമുണ്ട്, ഇനിയും നടപ്പാക്കാനിരിക്കും, ഇനിയുള്ള 8 മാസം ഇത്ര കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിശ്വാസത്തിലെടുക്കാം? ഇപ്പോൾ ഒരു വളരെ വേഗം ഉള്ള ഒരു വികസനമാണോ ഇപ്പോൾ നടക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് 2016 ശേഷമുള്ള അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ അതിവേഗത്തിലുള്ളതാണെന്ന് പറയാം. പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പ്രതിപക്ഷത്തെ മാറ്റിവെക്കാം. പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എല്ലാം തെറ്റാണ് എന്ന്, ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീകുമാറോട് പറഞ്ഞ പോലെ മൊത്തമായിട്ടും പരാജയമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കും. അത് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമോ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് അതൊരു നല്ല കാര്യമായിട്ട് പറയാവുന്നത് പ്രകടന പത്രിക 2016 പ്രകടന പത്രിക എടുത്തു വെച്ചിട്ട് അതിൽ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്നു. 2021 പ്രകടന പത്രിക വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്നു. അങ്ങനെ അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഈ സർക്കാരിനുണ്ട്, ഇടതുപക്ഷ മുന്നണിക്കുണ്ട്, CPMനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് മറ്റുള്ള ആളുകൾക്കൊന്നും പറ്റാത്തത് എന്ന രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നം. അതിന് മുമ്പത്തെ സർക്കാരുകളൊക്കെ പരാജയമായിരുന്നു, അല്ലെങ്കിൽ UDF സർക്കാർ പരാജയമായിരുന്നു എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യത്തിന് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും ദേശീയപാതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഓരോ സർക്കാരും അവരവരുടെ കാലത്ത് അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് 45-60 മീറ്റർ എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യ മുഴുവൻ ഇത് നടപ്പാക്കുന്ന ഇത് ഈ പറയുന്ന 60-ലാണല്ലോ. അത് 45 മീറ്ററിലേക്ക് ചുരുക്കി കൊണ്ടുവരണം എന്നുള്ള രീതി, അത് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ദേശീയപാത അതോറിറ്റി ഇതിൽ നിന്ന് പിൻവാങ്ങുന്നത്. അല്ല ഉമ്മൻചാണ്ടി സർക്കാർ നിങ്ങൾ പോയിക്കോല്ല, അവർ തീർച്ചയായിട്ടും അത് പിന്നീട് മാറ്റിയിട്ട് LDF സർക്കാർ വന്നപ്പോൾ ഈ തരത്തിലെ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറയുന്നു, 45-ലേക്ക് കൊണ്ടുവരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ അവരുടെ പങ്കാണ്. ഇത് നേരത്തെ ചെക്കുട്ടി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു ഒരു അനുസ്യൂതമായിട്ടുള്ള ഒന്നാണ്. ഒരു സർക്കാരിൻ്റെ കാലത്ത് മാത്രം കൊണ്ടുവരുന്ന 5 വർഷത്തിനിടയിൽ ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയാവുന്ന ഒരു പദ്ധതിയും പ്രധാന പദ്ധതികൾ ഉണ്ടാവില്ല. ചെറുകിട പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പ്രധാന പദ്ധതികളൊക്കെ കുറേ അതിൻ്റെ തുടക്കം മുതൽ, അതിൻ്റെ ആലോചന മുതൽ, അതിൻ്റെ DPR തയ്യാറാക്കൽ മുതൽ, അതിൻ്റെ ഭരണ അനുമതി കിട്ടുന്ന മുതൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ 1, 2, 3 സർക്കാരുകൾ മാറി വരും. അതാണ് എന്ന രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ട് പറയുക, ഞങ്ങളുടെ കാര്യത്തിൽ സമയത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റി എന്ന് പറയുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്
ഭരിക്കുമ്പോഴൊന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊന്ന്, അത് ഞാൻ ഇപ്പോഴത്തെ LDF സർക്കാരിനെ വെച്ചുകൊണ്ട് മാത്രം പറയുന്നതല്ല, CPM-നെ മാത്രം വെച്ചുകൊണ്ട് പറയുന്നില്ല, എല്ലാ പാർട്ടികളും ഭരിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ ആയിരിക്കും പെരുമാറുക, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. സംസ്ഥാന സെക്രട്ടറി പരിപാടിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, LDF വന്നില്ലായിരുന്നെങ്കിൽ ഈ ദേശീയപാതയെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ഇവിടെ UDF ആണോ ഭരിച്ചതെങ്കിൽ ദേശീയപാത ഇപ്പോൾ നടക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും അതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച പരാമർശങ്ങൾ. കാരണം അങ്ങനെ പറയുന്നതിൽ കാര്യമല്ല. അത് ദേശീയപാത വരുന്നതിന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരോ അല്ലെങ്കിൽ പിന്നീട് വരുമായിരുന്ന UDF സർക്കാരുകളോ ഒക്കെ ആകെ ഇത് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് സ്ഥാപിക്കുമ്പോഴാണ് അത് അതിരുകവിഞ്ഞ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ജനത്തിന് ഇതൊക്കെ മനസ്സിലാകും, ജനത്തിനറിയാം ഒരു സർക്കാർ മാത്രം കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ വികസന പ്രവർത്തനം നടത്തില്ലല്ലോ. ദേശീയ തലത്തിലാണെങ്കിലും നരേന്ദ്രമോദിയുടെ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാം ഇന്നയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറയില്ലേ, പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വികസനം നടപ്പാക്കലല്ല. ഏതെങ്കിലും പാർട്ടിയുടെ ഫണ്ട്, അവരുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വികസന പ്രവർത്തനം നടത്താൻ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ചെയ്യാനാണ് ഈ ആളുകളെ നമ്മൾ ഭരണത്തിലേറ്റ്. അവർക്ക് വേറൊന്നുമില്ല. അവർ കാര്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അത് ശരിയായ രൂപത്തിലാണോ എന്ന് നോക്കണം. അവിടെയാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ ദേശീയപാതയുടെ പ്രശ്നം വരുന്നത്. ദേശീയപാതയിൽ ശരിയാണ്, മുഖ്യമന്ത്രി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ തുടങ്ങിയത് തന്നെ ദേശീയപാതയ്ക്ക് ഫണ്ട് കൊടുത്ത, അതായത് 25% ഫണ്ട് ഇത് ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനുമായിട്ട് മാറ്റിവെച്ച മറ്റൊരു സംസ്ഥാനവും ഇല്ലയെന്ന് പറഞ്ഞു. ശരിയാണ്, നല്ല നമ്മളാണ് അതിൽ മാതൃകാപരമായിട്ട് ഒരു നടപടി. കാരണം കിട്ടില്ല എന്ന് തോന്നിയെടുത്ത് കിട്ടണം, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്തു. പക്ഷേ അതുവരെയുള്ള സർക്കാരിന്, അതിനപ്പുറത്ത് ദേശീയപാത അതോറിറ്റിയാണ്, കേന്ദ്ര സർക്കാരാണ്, ഈ ഇത് കരാറെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയൊക്കെ അവകാശവാദങ്ങൾ കൊണ്ടുവരികയോ അത് ഞങ്ങളുടെ ഒരു ശ്രമഫലമായി കൊണ്ടുവന്നാണെന്ന് പറയുകയോ ഞങ്ങൾ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നു പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഗർത്തങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിണ്ടുകീറലൊക്കെ ഉണ്ടായിട്ട് പലയിടത്തും അപകട ഭീഷണിയിൽ കുന്നിടിച്ച് നിർത്തിയതിന്റെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അത് പരിഹരിക്കുമെന്ന് NHA പറയുന്നുണ്ട് എന്ന് പറഞ്ഞു പോകുകയല്ലാതെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടതിൽ വിമർശനങ്ങളില്ല. മറിച്ച് അത് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന പ്രതിപക്ഷത്തെ മാത്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായിട്ടും അതാണ് അവിടെയാണ് പാളിച്ച വരുന്നത്. കാരണം ഇതിൽ ഈ സംഭവം ഉണ്ടായിട്ട് ഞാനതിനെ ഒരു പ്രത്യേക പാർട്ടിയുടെ കഴിവുകൊണ്ടല്ല, ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്തായിരിക്കും. ഇവിടെ കൂരിയാട് ഈ പ്രശ്നം ഇടിച്ചിലുണ്ടായ സമയത്ത് തന്നെ അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ ET മുഹമ്മദ് ബഷീർ ഗഡ്കരിയെ കാണുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു, അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്നത് ET മുഹമ്മദ് ബഷീറാണ്. പക്ഷെ അങ്ങനെയെങ്കിലും ചെയ്തു എന്നൊരിതുണ്ടല്ലോ. സത്യത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ മേൽനോട്ടം പലപ്പോഴും വേണ്ടതായിരുന്നു. കാരണം നമ്മൾ ദേശീയപാത അതോറിറ്റി നടപ്പാക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് വരുന്ന ഒന്ന്, അതിന് സ്ഥലം കൊടുത്ത് ഞങ്ങളുടെ കടമ കഴിഞ്ഞു എന്ന് പറയുന്നതിനപ്പുറത്ത് ഇത് നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടാണല്ലോ. വയൽക്കിളി സമരത്തിലെ പ്രശ്നം ആ പ്രദേശത്തോ കൂടി പോകുമ്പോൾ അവരാവശ്യപ്പെട്ട് അതിലൂടെ ദേശീയപാത പോകേണ്ടെന്നുള്ളതല്ല. അവർ പറയുന്നത് എലിവേറ്റഡ് ആയിട്ട് പോകണം. അതായത് എലിവേറ്റഡ് എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് നികത്തിയിട്ടല്ല, അതിൽ പാലം തൂണുകൾ സ്ഥാപിച്ചിട്ട് അതിലൂടെ ദേശീയപാത പോകട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അത് കാരണം അവിടെ വയൽപ്രദേശമാണ്. അതേ സംഭവമാണ് കൂരിയാട്. അത് സ്മൃതിക്ക് അറിയാലോ, സ്മൃതിയുടെ നാടിനടുത്താണല്ലോ ഈ കൂരിയാട്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കടലുണ്ടിപ്പുഴ മഴക്കാലമായാൽ വഴി മാറി ഒഴുകിയിട്ട് ഇതിലൂടെയാണ് പോകുക. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെറുതെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് സാധാരണ നാട്ടുകാർ പറയുന്നതാണ്. 10 മീറ്റർ ഉയരത്തിലുള്ള ഒരു സംഗതി അത് ഇടിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെയാണ് സംസ്ഥാന സർക്കാരിനും ഇവിടെയുള്ള ഭരണകൂടത്തിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതിങ്ങനെ പറ്റില്ല, ഞങ്ങളിതിന് സമ്മതിക്കില്ല എന്നുള്ള അവിടെ തടസ്സവാദങ്ങളെങ്കിലും ഉന്നയിക്കേണ്ടിയിരുന്നു. അതൊന്നും ഉണ്ടായില്ല. പ്രതിപക്ഷത്തിനുമുണ്ട് പ്രശ്നം. പ്രതിപക്ഷം ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ MP മുസ്ലിം ലീഗിൻ്റെ ആളാണല്ലോ. അവിടുത്തെ ബാക്കി പ്രതിപക്ഷത്തിലുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരാരും പറഞ്ഞില്ല ഇതൊരു വലിയ ദുരന്തമാണ് എന്ന് മനസ്സിലാക്കിയില്ല. ചില മേഖലകളിലെ പ്രശ്നം MP ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഗഡ്കരിക്ക് അയച്ച കത്തിന്റെ പകർപ്പടക്കം കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ലീഗ് MP യുടെ കാര്യം കണ്ടില്ല.
പക്ഷേ ഈട്ടിയാണ് ഏറ്റവും ഒടുവിൽ ഗഡ്കരിയെ കണ്ടത്. അല്ല കണ്ട് ഞാൻ ഇത് ഈട്ടി ഇത് കാണുന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. MK രാഘവൻ അന്നൊരു കത്ത് അയച്ചോ എന്നുള്ള കാര്യം നമുക്ക് ഒരു പക്ഷേ അയച്ചിട്ടുണ്ട്. അയച്ചതല്ല പ്രശ്നം. ഇങ്ങനെ ഇതൊരു അപകടകരമായ സംഭവമാണ് എങ്കിൽ അത് അപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ അത് പറ്റില്ല. കാരണം ഇത് കുറച്ച് ചെലവ് കൂടും. ഈ തൂണുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ദേശീയപാത പോകുമ്പോൾ ഉള്ളതിനേക്കാൾ ചെലവ് കൂടും. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മണ്ണിടിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്നു, അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ഇവിടെ കുന്നുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വീണ്ടും വേറെ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധന്മാർ വന്നിട്ട് പറയുന്നത് എന്താണ്, ഇതൊക്കെ തെറ്റാതെ ഞങ്ങൾ മാറ്റി ഉണ്ടാക്കലല്ലോ പ്രശ്നം. ഇതുമായി ഇനിയിപ്പോൾ ഇതിവിടെ വീണ്ടും പണി നടക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടും ജനങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം. ഇതിൻ്റെ തൊട്ടടുത്ത് കൂരിയാടിന് തൊട്ടപ്പുറത്ത് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പുറത്ത് കാക്കഞ്ചേരിയിലും ഈ സർവീസ് റോഡുകൾ പോകുന്നത് 10 മീറ്റർ ഉയരത്തിലാണ്. അത് കുത്തനെയാണ് ഇടിച്ചിലുള്ളത്. ഈ ഇടിച്ചിൽ എന്ന് പറഞ്ഞാൽ മല ഇടിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ നെയിലിംഗ് നടത്തിയിട്ട് കുറച്ച് സിമൻറ്റ് പൂശി വെച്ചിട്ടുണ്ട്. നല്ലൊരു മഴ പെയ്താൽ അത് ഇടിയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നമ്മളൊക്കെ അതിൽ പോകുന്ന ആളുകളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നാട്ടുകാർ, ഇപ്പം എനിക്കോ മറ്റേ സാധാരണ ആളുകൾക്ക് ഇത് വിളിച്ചു പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ട് നമ്മുടെ പ്രതിനിധികളായിട്ട് അയച്ചിട്ടുള്ളത് നമ്മൾ സർക്കാരിന് രൂപീകരിക്കാനായിട്ട് അവസരം കൊടുത്തിട്ടൊക്കെ ഈ കാര്യങ്ങൾ പരിഹരിക്കാനാണ്. അത് പരിഹരിക്കപ്പെടുന്നില്ല. ഇതിന് അവകാശവാദങ്ങൾ അല്ലാതെ ആഘോഷം എന്നുള്ളൊരു പ്രയോഗം ഇവിടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ആഘോഷം നാട് മുഴുവൻ ആഘോഷിക്കുന്നൊന്നുമില്ല. ജനങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്ന രൂപത്തിലാണ് സർക്കാർ ഇതിനെ കാണുന്നത്. സർക്കാർ ഈ ഒരു മാസം ആ ഉത്സവത്തിലായിരുന്നു. ഓരോ ജില്ലകളിലും പോകുമ്പോൾ കണ്ട ജനങ്ങളുടെ പ്രാതിനിധ്യം, ജനങ്ങൾ ആ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. എല്ലായിടത്തെയും പരിപാടികൾ മുൻപത്തെ യാത്ര പോലെ മാധ്യമങ്ങൾ കവർ ചെയ്തിട്ടുമില്ല. ഞാൻ തിരിച്ചെത്തും. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ കണക്കുകൾ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളുടെ കണക്ക് പറയുമ്പോൾ കഴിഞ്ഞ മെയ് വരെയുള്ള കണക്കാണ്. 1073 പ്രോജക്റ്റുകളിലായി 82,454 കോടി ക്ലിയറൻസ് കൊടുത്തു. അതായത് അത്രയും പദ്ധതിക്കായി ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അതിൽ പൂർത്തിയായത് എത്രയാണ്? 1073 പ്രോജക്റ്റുകൾക്കാണ് 14,830 കോടിയുടെ മാത്രം പദ്ധതികളാണ് പൂർത്തിയായത്. ഈ കണക്ക് നിങ്ങൾ പറയില്ല. ഈ ക്ലിയറൻസ് കിട്ടിയ കണക്ക് പറയും. എത്ര പദ്ധതികൾ പൂർത്തിയായി എന്ന കണക്ക് നിങ്ങൾ മാറ്റിവെക്കും. മാത്രമല്ല 10,000 കോടിയുടെ ലോൺ എടുത്തിട്ടാണ് കിഫ്ബി പല പദ്ധതികളും നടപ്പാക്കുന്നത്. ഈ പദ്ധതികൾ ആകട്ടെ ഒന്നും തന്നെ വലിയ ലാഭത്തിലുണ്ടാകുന്ന പദ്ധതികളല്ല. ഈ പല പദ്ധതികളിലും ഈ റവന്യൂ കൃത്യമായി ലഭിക്കാത്ത പദ്ധതികളാണ് എന്നതും കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയാണ്. അപ്പോൾ കിഫ്ബി വഴി നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ കിഫ്ബിയുടെ യഥാർത്ഥ ചിത്രം, ഞാൻ കഴിഞ്ഞ വർഷത്തെയാണ് പറയുന്നത്, 8 വർഷം മുമ്പുള്ള കണക്കാണ്, 8 വർഷം വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇത്രയും അനുവദിച്ചിട്ടും 82,454 കോടി ക്ലിയറൻസ് നടത്തി എന്ന് പറയുന്നിടത്ത് 14,830 കോടിയുടെ മാത്രമാണ് നിങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലും ഈ രൂപത്തിലല്ലേ കണക്കുകൾ വരിക? നിങ്ങൾ ഇങ്ങനെ ചർച്ചകൾ സംഘടിപ്പിക്കണം, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. ഏതൊക്കെ പദ്ധതികളിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, വിഷമമുള്ളത്, പരാതിയുള്ളത്, സംശയമുള്ളതെന്ന് വീണ്ടും ആവർത്തിക്കണം. പ്രതിനിധികളെല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കുറവുകളുണ്ടോ അവ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇപ്പൊ ചോദിച്ചല്ലോ എവിടെയാണ് പദ്ധതി, സ്കൂൾ രംഗത്ത് എന്താണ് നേട്ടം ഒന്ന് ഓർത്തു നോക്കണം. സ്കൂളിൽ പുതുതായി ഏർപ്പെടുത്തിയ 20 രൂപ ഫീസ് കൊടുക്കാൻ കഴിയാതെ അമ്പാടി എന്ന് പറയുന്ന ഒരു പിഞ്ചു പൈതൽ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ UDF-ന്റെ കാലത്താണ്. അതുപോലെ ആകെയുള്ള ഒരു ജോഡി യൂണിഫോം കൊണ്ട് നഗ്നത മറയ്ക്കാൻ കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണി എന്ന് പറയുന്ന പെൺകുട്ടി ഇടുക്കി ജില്ലയിൽ ആത്മഹത്യ ചെയ്തതും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്താണ്. കോഴിക്കോട് നിന്നുള്ളവരൊക്കെ ഈ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ടല്ലോ. മലാപ്പറമ്പിൽ ഒരു സ്കൂളുണ്ട്. രാത്രിയുടെ മറവിൽ ആ സ്കൂൾ JCB ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് 4,342 സ്കൂളുകൾ ലാഭകരമല്ലെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയത് 2011 മുതൽ 16 വരെയുള്ള UDF ഗവൺമെന്റാ. ഇപ്പോഴോ 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോടെ പഠിക്കുന്നത്. എന്റെ 2 കുട്ടികളും ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതാണ്. ആ സ്കൂളിൽ പലപ്പോഴും PTA മീറ്റിംഗിന്റെ ഭാഗമായി പോകുമ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. എത്രയോ മാറ്റങ്ങളാണ് വന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതിന്റെ നേട്ടമില്ല എന്നതായിരുന്നു LDF ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പരാതി.
എന്നാൽ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 സർവകലാശാല നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നു, അതിൽ 20 കോളേജുകൾ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് വന്നു, ഏറ്റവും മികച്ച 2ാമത്തെ കോളേജ് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. അതുകൊണ്ട് ഓരോ വിഷയം എടുത്ത് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നിൽ തന്നെയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ. അത് യുപിയുമായിട്ടുള്ള താരതമ്യമൊന്നും വേണ്ടെന്നേ. ഞാൻ കിഫ്ബിയുടെ കണക്ക് പറയൂ. ഇല്ല, കിഫ്ബിയുടെ കണക്ക് പറയൂ. 4632 സ്കൂളുകൾ, ഞാൻ പറയാം 4632 സ്കൂളുകൾ അടച്ചു പൂട്ടിയത് ആ 11 മുതൽ 16 വരെയുള്ള കാലത്താണെന്നും അതിന്റെ ലിസ്റ്റൊക്കെ പറയുമ്പോൾ എന്തിനാ അത്ര ബുദ്ധിമുട്ട്? അത് ഞാൻ മറ്റു സംസ്ഥാനങ്ങളായിട്ട് പറയുമ്പോൾ എന്റെ ചോദ്യം കിഫ്ബി ആയിരിക്കും, താങ്കൾ ഉടനെ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. യെസ്, അത് പറയാം. അല്ല, ഞാനിവിടെ മറ്റു പ്രതിനിധികൾ പറയുന്നതിന് കൂടെ മറുപടി പറയാനായിരിക്കുന്നത്, അല്ലാതെ താങ്കളുടെ ചോദ്യത്തിന് മാത്രം പറയില്ല. കിഫ്ബി താങ്കൾ 8 മാസം മുമ്പുള്ള കണക്ക് എന്നിട്ട് പറഞ്ഞു 2024-23 കണക്ക്. പുതിയ കണക്ക് കൊണ്ടാ 90,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് സാങ്ഷൻ കൊടുത്ത് ഏകദേശം 50,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ച് ബാക്കി പദ്ധതി പ്രോസസിംഗിലാണ്. ഇപ്പോ ഒരു പുതിയ പദ്ധതി, ഇപ്പോ 10 നിലയുള്ള ഒരു കെട്ടിടം, ഒരു ആശുപത്രി, ഇപ്പൊ ചിറ്റൂർ ആശുപത്രി 7 നിലയുള്ള ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പണം കൃത്യമായി ഒറ്റയടിക്കല്ല അനുവദിക്കുന്നത്. അതിന്റെ തറ ഫൗണ്ടേഷൻ പൂർത്തീകരിക്കുമ്പോൾ നിശ്ചിത നിലകളാവുമ്പോൾ അതിന്റെ ശതമാനം, അതിൽ ടൈൽസ് വർക്കും ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ വരുമ്പോൾ അടുത്ത ശതമാനം, അങ്ങനെ ഓരോ പദ്ധതിക്കും സാങ്ഷൻ ചെയ്യുന്ന എമൗണ്ട് പദ്ധതിയുടെ പണി പൂർത്തിയാകുന്ന ഘട്ടത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത്. ലൈഫ് പദ്ധതിക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കും. ഒന്നായിട്ടല്ലല്ലോ അത് കൊടുക്കുന്നത്. സാധാരണക്കാരന്റെ കയ്യിലേക്ക് അങ്ങനെയല്ല കൊടുക്കുക. അതിന്റെ തറ പൂർത്തിയാകുമ്പോൾ, അതിന്റെ വാർക്ക പൂർത്തിയാകുമ്പോൾ, അതിന്റെ മറ്റു മിനുക്കുപണികൾ നടക്കുമ്പോൾ, അവസാനം വീട് കയറി കൂടുന്ന സമയത്ത് ലാസ്റ്റ് തുക കൊടുക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ്. ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാങ്ഷൻ ചെയ്തിരിക്കുന്ന പണം സമയബന്ധിതമായി കൊടുക്കുന്നത് കൊണ്ടാണ് ദേശീയപാത മാറ്റിയെടുത്ത് ബാക്കി സംസ്ഥാന ഹൈവേ, 100 കണക്കിന് റോഡുകൾ, മേൽപ്പാലങ്ങൾ, ഹൈവേകൾ, അതുപോലെ തന്നെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, മറ്റു നമ്മൾ കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ 6,000 കോടി രൂപ ദേശീയപാതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ആ മാറ്റിവെക്കുമ്പോഴും പണമെടുത്ത് കൊടുത്ത് ഭൂമി ഏറ്റെടുത്തു. വേറൊരു 6,000 കോടി രൂപ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തോതിൽ നിന്ന് വെട്ടിക്കുറച്ചു. ഇൻ എഫക്റ്റിൽ 12,000 കോടി രൂപ ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എത്രയോ പദ്ധതികൾ എല്ലാം പോട്ടെ. ഇവിടെ കുറെ വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ താങ്കൾ. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും മാധ്യമപ്രവർത്തന രംഗത്തുള്ളവരാണ്. ഞാൻ ആദ്യം ചോദിച്ചല്ലോ, ഏതെങ്കിലും ഒരു ആരോപണം ഈ ഗവൺമെന്റിനെതിരെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായോ? ബിരിയാണി ചെമ്പ് 1.5 വർഷം ചർച്ച ചെയ്തില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് 2 വർഷം ചർച്ച ചെയ്തില്ലേ? ഈന്തപ്പഴത്തിന്റെ കുരു എത്ര വർഷം ചർച്ച ചെയ്തു? ഖുറാന്റെ ഉള്ളിൽ സ്വർണം ചർച്ച ചെയ്തു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്ത എത്രയോ പദ്ധതികൾ അതൊക്കെ അല്ല സംഭവിച്ചല്ലോ. ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണല്ലോ. ഗുരുതരമായ ആരോപണം വർഷങ്ങൾ നടത്തിയ ചർച്ച. ഇവിടെ കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിലും കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറയുന്നത് ശരിയാണ്. അന്നത്തെ കാലത്ത് മുഴുവൻ ചർച്ചയും അതായിരുന്നു. ഞാൻ സമ്മതിക്കുന്നു, അന്നത്തെ കാലത്ത് മുഴുവൻ ചർച്ചയും അതായിരുന്നു. അത് ജനം തള്ളിക്കളഞ്ഞു. നല്ല കാര്യം. അതിൽ സത്യമില്ല എങ്കിൽ നല്ല കാര്യം. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കേയില്ല എന്ന് പറയില്ല. മുഖ്യമന്ത്രിയാണ് ജയിലിൽ കിടന്നത്. മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന രൂപത്തിൽ വന്ന ചർച്ചകൾ തെറ്റാണ്. ഇഡിയുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം ആരോപണങ്ങൾ നമുക്കുള്ളത് തന്നെയാണ്. ഇഡിയുമായി ബന്ധപ്പെട്ട അതിലൊന്നും തർക്കമില്ലാത്ത കാര്യത്തിൽ എന്താണ് നമ്മൾ സംസാരിക്കുന്നത്. അന്നത്തെ ചർച്ചകൾ തർക്കമുള്ള ഒറ്റ കാര്യം അന്നത്തെ ചർച്ചകൾ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടപ്പെടാൻ പോന്നു. മറ്റു മന്ത്രിമാർ, സ്പീക്കർ പിടിച്ചു എന്ന രൂപത്തിലായിരുന്നു ചർച്ച. എല്ലാവരും സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി കിട്ടിയ വാർത്തകൾ കൊണ്ട് കൊട്ടിഘോഷിച്ച് നടക്കുക. ഇപ്പൊ ഈ ചർച്ച തുടങ്ങുമ്പോ ബഹുമാനപ്പെട്ട എൻ ശ്രീകുമാർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, മാധ്യമ പ്രവർത്തകർക്ക് പണം കൊടുക്കുന്നു, മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നു, എന്നിട്ട് മുഖ്യമന്ത്രി പറയട്ടെ. ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. എന്നിട്ട് ഇന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലോ. എന്ത് ആരോപണമാണ് അങ്ങ് ഉന്നയിക്കുക? പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. എല്ലാം ബാക്കിയൊന്നും ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ തന്നെ 324 പേജുള്ള 900 ഇനങ്ങൾ അടങ്ങുന്ന ആ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോഴും 1-2 പഴയ കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുക. താങ്കൾ എന്നോട് ചോദിച്ചല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചത് 1ാം പിണറായി സർക്കാരാണ്. അത് 2ാം പിണറായി സർക്കാരിന്റെ കാലത്തല്ല. ചോദിച്ചോളൂ. നിങ്ങൾ ഇനിയും ചോദ്യം ചോദിക്കണം. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി
ഭയന്നു ഗെയിൽ പൈപ്പ് ലൈൻ ജനങ്ങളെ കൊല്ലുന്ന എന്തോ ബോംബാണ് എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഭീഷണിയായിരുന്നു, അത് പേടിപ്പെടുത്തുന്ന എന്തോ ആയിരുന്നു. നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അത് വികസനത്തിലെ നേട്ടമായി നിങ്ങൾ അവതരിപ്പിക്കുന്നു. അത്രയുള്ള വ്യത്യാസം. അതേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. നിങ്ങൾ അതിലെ നഷ്ടപരിഹാരം മാത്രമല്ല സമരത്തിൽ ഉന്നയിച്ചത് എന്ന് മാത്രമാണ് തെളിവ് സഹിതം, ചിത്രം സഹിതം ഞാൻ പറയാം. അല്ല, ഒരു തെളിവില്ല. മനോരമയുടെ പടം നിങ്ങൾ ഇങ്ങനെ പറയല്ലേ? നിങ്ങൾ പത്രത്തിൽ നിങ്ങളുടെ നേതാക്കൾ സമരം ചെയ്തതിന് നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? നിങ്ങൾ 2015 നിങ്ങൾ ഇല്ല എവിടെയൊന്നും, നിങ്ങളില്ല എവിടെയൊന്നും. 2012 നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജനങ്ങൾക്ക് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി ഞങ്ങൾ നഷ്ടപരിഹാരം മാത്രം ആവശ്യപ്പെട്ടുള്ള സമരമായിരുന്നില്ല ഈ പദ്ധതി. ഭയപ്പെടുന്നതാണ് എന്നാണ് നിങ്ങളുടെ നോട്ടീസിൽ പറയുന്നത്. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, ഒരു അര സെക്കൻഡ് നിങ്ങൾ താട്ടെ. എന്തിനാ എത്ര മസിൽ പിടിക്കണേ? ഭൂമിക്കടിയിലൂടെ ഇത്തരം പൈപ്പ് ഇടുമ്പോഴും ഇത്തരം ഗ്യാസ് കണക്ഷൻ പോകുമ്പോഴും ആ ഭൂമി ഉടമസ്ഥനെ ഉപയോഗിക്കാൻ അവകാശം അന്ന് അനുവദിച്ചിരുന്നില്ല. അന്ന് ജനങ്ങൾ സംഘടിച്ച് പറഞ്ഞത്, ഇത്തരത്തിൽ ഭൂമി ചെറിയ വില കൊടുത്ത് ഏറ്റെടുക്കുമ്പോഴും തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദം വേണം, അവസരം വേണം. അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്, പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഈ പദ്ധതിക്കെതിരായിട്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഈ വിഴിഞ്ഞം ഞങ്ങൾ അനുവദിക്കില്ല, നിർത്തിവെക്കണം എന്നാ പറഞ്ഞേ. അന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? എന്തും ചർച്ച ചെയ്യാം, ജനവാസ മേഖലയിലൂടെ ഈ പൈപ്പ് ലൈൻ വേണ്ട, അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതായിരുന്നു നിങ്ങളുടെ വാദം. അരുണി മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലല്ല, 2020 ഞങ്ങൾ പറഞ്ഞു 5 വർഷം കൊണ്ട് കേരയിൽ പണി പൂർത്തീകരിച്ച് 2025 സമർപ്പിക്കാൻ കഴിയും. അന്ന് 63,000 കോടി രൂപ മതി. ഇതുവരെ ഞങ്ങൾക്ക് കേന്ദ്രം സാങ്ഷൻ തന്നില്ല. ആ 2020 ആ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ആ പദ്ധതിയും പൂർത്തീകരിക്കപ്പെട്ടത്. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ്, ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉള്ള ഗവൺമെന്റ്, ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ മനസ്സുള്ള ഗവൺമെന്റ്. ശരി ശ്രീകുമാർ, താങ്കൾ പറയാനുള്ള പോയിന്റ് പറയാം, നമുക്ക് അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു. സ്മൃതി, പറഞ്ഞോളൂ. സ്മൃതി, ഞാൻ ഇപ്പോഴത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പോലും ഒരു പേജിൽ 2 തരം കണക്കെഴുതി വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിന്ന് പുറത്താക്കിയത്. അത് മനസ്സിലായല്ലോ. അതായത് ഒരു പേജിൽ 2 കണക്ക്. ഏത് വിശ്വസിക്കണം കേരളത്തിലെ ജനങ്ങളെ? പ്രോഗ്രസ് റിപ്പോർട്ട് പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്ത ഇത്രയധികം സംവിധാനങ്ങളുള്ള അത് സ്റ്റാർട്ടപ്പ് എന്നുള്ള പേജിലാണ്. അതായത് സ്റ്റാർട്ടപ്പ് എന്നുള്ള ആ തുടക്കത്തിൽ തന്നെയാണ് സ്റ്റാർട്ടപ്പ്. അതിൽ ആദ്യം പറഞ്ഞത് 300 സ്റ്റാർട്ടപ്പ്. അത് പേജിക്ക് ഓർമ്മയില്ല, സ്റ്റാർട്ടപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, സബ്മിറ്റിംഗ് ഉണ്ട്. 300 സ്റ്റാർട്ടപ്പ്. അത് 2016 ഹലോ, ഓർമ്മ കയ്യിലുണ്ടത്. ഞാൻ പറയാം, 2016 പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഈ നുണ പറയണേ? അല്ലല്ല, ഞാൻ കേട്ടു, എനിക്കറിയാലോ എന്താ പറഞ്ഞത്. ഞാൻ പറയട്ടെ. അല്ലല്ല, ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ എങ്ങനെയാ 2 കണക്ക് വരുന്നേ? 300 സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്ന ഒരു പാരഗ്രാഫിൽ പറയാ, അതിപ്പോൾ 2016 സ്റ്റാർട്ടപ്പിൽ പിഴവുണ്ടോ? അതിപ്പോ അടിച്ചു വന്നതിൽ പിഴവാണെങ്കിൽ അത് പരിഹരിക്കുക. അടിച്ചു വന്നതിൽ പിഴവാണെങ്കിൽ അത് പരിഹരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. 2025 6400 ഒരു പിഴവുമില്ല. കൃത്യമാണ്. ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സ്കൂളിലെ 0 മാർക്ക് കിട്ടി. പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്മേലുള്ള പ്രതിപക്ഷത്തിന്റെ അത് വായിച്ച ശേഷമുള്ള പ്രതികരണം നാളെ പ്രതീക്ഷിക്കാം. നമുക്ക് വീണ്ടും ചർച്ചയ്ക്കിരിക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, എൻ ശ്രീകുമാർ, എൻ പി ചെക്കുട്ടി, എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. Debate with Smriti Parithikkad.